അസ്സലാമു അലൈക്കും. ഈ ലോകത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടുകയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെയും വിഷമങ്ങളെയും നേരിടേണ്ടി വരും. അത്തരത്തിലുള്ള സമയങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ സംശയിക്കാറുണ്ട്. എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല, എനിക്ക് ആരുടെയും പോലെ ആകാൻ പറ്റില്ല എന്നിങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരാം. ചിലപ്പോൾ നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെട്ടവരെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാകാം. എല്ലാവരുടെയും മുന്നിൽ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു സമാധാനവും ഇല്ലാത്ത അവസ്ഥയിലൂടെ പലരും ഇപ്പോഴും കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു കാര്യം ഓർക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശ്യമുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് സമയത്തേക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം കൂടുതൽ സമാധാനപൂർണ്ണമാക്കാം, എങ്ങനെ ഇസ്ലാമിൻ്റെ പാതയിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാം എന്നതിനെ കുറിച്ച് സംസാരിക്കാം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് 5 പ്രധാന കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹൃദയത്തിൽ നല്ലൊരു മാറ്റം അനുഭവിക്കാൻ കഴിയും. നമ്പർ 1, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുക. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നതാണ്. പലപ്പോഴും നമ്മൾ പഠനം, ജോലി, പണം, ഭാവി, ആളുകളുടെ അഭിപ്രായം ഇതൊക്കെയായി തിരക്കിലായിരിക്കും. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക, നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? ഇസ്ലാം അതിന് വളരെ വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നത്, ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കുകയും അവൻ്റെ തൃപ്തി നേടുന്ന രീതിയിൽ ജീവിക്കുകയും ചെയ്യുകയാണ്. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ ജീവിതത്തെ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരർത്ഥം ഉണ്ടാകും. പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും വീട്ടിൽ സഹായിക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും എല്ലാം നല്ല നിയ്യത്തോടെ ചെയ്താൽ ഇബാദത്തായി മാറും. നമ്മുടെ വിജയം ആളുകൾ നമ്മെ എങ്ങനെ കാണുന്നു എന്നതിലല്ല, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ എത്ര സമ്പത്ത് ഉണ്ടാക്കി അല്ലെങ്കിൽ എത്ര പേര് നമ്മളെ പ്രശംസിച്ചു എന്നതൊന്നുമല്ല അവസാനത്തിൽ നമ്മെ രക്ഷിക്കുക. അള്ളാഹുവിന് പ്രിയപ്പെട്ട ഒരു ദാസനായി ജീവിച്ചു എന്നതാണ് യഥാർത്ഥ വിജയം. അതിനാൽ ഓരോ ദിവസവും നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം, ഞാൻ ഇന്ന് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്പർ 2, നമുക്കുള്ള കാര്യങ്ങളിൽ നന്ദി പറയുക. രണ്ടാമത്തെ കാര്യം, നമുക്കുള്ള കാര്യങ്ങളിൽ നന്ദി പറയാൻ പഠിക്കുക. എന്നുവെച്ചാൽ നമ്മൾ പലപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് മനസ്സിൽ അസ്വസ്ഥതയും നിരാശയും കൂടുന്നത്. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇന്ന് രാവിലെ നിങ്ങൾക്ക് കണ്ണു തുറക്കാൻ കഴിഞ്ഞു, ശ്വാസം എടുക്കാൻ കഴിയുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്, കുടുംബം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് ഈമാനുണ്ട്. ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളല്ലേ? അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നു, നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്കുള്ള അനുഗ്രഹം വർദ്ധിപ്പിക്കും. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് നന്ദി പറയുന്നത് വെറും ഒരു വാക്കല്ല, അതൊരു ജീവിത ശൈലിയാണ് എന്നതാണ്. ഒരു ചെറിയ ശീലം ഞാൻ നിങ്ങളോട് പറയാം. ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അള്ളാഹു ഇന്ന് എനിക്ക് നൽകിയ 3 അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓർക്കുക. ഉദാഹരണത്തിന് ആരോഗ്യം, മാതാപിതാക്കൾ, ഒരു നല്ല സുഹൃത്ത്, പഠിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചതായിരിക്കും. ഇങ്ങനെ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് മനസ്സിലാകും. അതോടെ മനസ്സിൽ സമാധാനം വരും. ഇല്ലാത്തതിനേക്കാൾ ഉള്ളതിൽ സന്തോഷിക്കാൻ നമ്മൾ പഠിക്കും. വിഷമങ്ങൾ വരുമ്പോഴും നന്ദിയുള്ള ഹൃദയമുള്ള ഒരാൾ പൂർണ്ണമായി തകരില്ല. കാരണം അവനറിയാം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് എന്ന്. നമ്പർ 3, കരുണയുള്ളവരാണ് ഏറ്റവും മികച്ചവർ. മൂന്നാമത്തെ കാര്യം, കരുണയുള്ളവരാവുക എന്നതാണ്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് മറ്റുള്ളവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നവരാണ് ഏറ്റവും നല്ലവർ എന്നതാണ്. കരുണ എന്ന് പറഞ്ഞാൽ വലിയ സഹായങ്ങൾ മാത്രമല്ല, ഒരാളെ പുഞ്ചിരിയോടെ കാണുന്നത്, വിഷമത്തിലുള്ള ഒരാളോട് നല്ല വാക്ക് പറയുന്നത്, വീട്ടിൽ സഹായിക്കുന്നത്, സുഹൃത്തിൻ്റെ പ്രശ്നം ശ്രദ്ധയോടെ കേൾക്കുന്നത്, ഇതെല്ലാം കരുണയാണ്. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കൂടുതൽ മൃദുവാകും, മനുഷ്യരുമായി നല്ല ബന്ധം ഉണ്ടാകും. ഏറ്റവും പ്രധാനമായി അത് അള്ളാഹുവിൻ്റെ സ്നേഹം നേടാനുള്ള ഒരു വഴിയാണ്.
ഒരു ചെറിയ പുഞ്ചിരി പോലും ഒരു സ്വതക്കയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ എനിക്ക് വലിയ സഹായങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഒരു നല്ല വാക്ക് പോലും ഒരാളുടെ ദിവസം മാറ്റിമറിക്കാം. നമ്പർ 4, പ്രശ്നങ്ങൾ വരുമ്പോൾ ക്ഷമയുള്ളവരാവുക. 4-ാമത്തെ കാര്യം, ക്ഷമ. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരും. ചിലപ്പോൾ നമ്മൾ കരയുന്ന ദിവസങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് തോന്നിയേക്കാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, തീർച്ചയായും അള്ളാഹു ക്ഷമയുള്ളവരുടെ കൂടെ ആകുന്നു. ക്ഷമ എന്നത് വെറും സഹിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ വിശ്വാസം വെച്ച് മുന്നോട്ട് പോകുക എന്നതാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് നാളെയുടെ ശക്തിയാകാം. ചില പരീക്ഷണങ്ങൾ നമ്മെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ചിലപ്പോൾ നമ്മളുടെ ഈമാൻ ശക്തമാക്കാൻ വേണ്ടിയാവും. അതിനാൽ വിഷമം വരുമ്പോൾ നിസ്കാരത്തിലേക്ക് തിരിയുക, ദുആ ചെയ്യുക, അള്ളാഹുവുമായി കൂടുതൽ സംസാരിക്കുക. അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അറിയുന്നവനാണ്. നമ്പർ 5, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക. നമ്മളെ വേദനിപ്പിച്ച ആളുകളെ മറക്കാൻ എളുപ്പമല്ല. പക്ഷേ മനസ്സിൽ വിരോധം സൂക്ഷിക്കുന്നത് ആദ്യം വേദനിപ്പിക്കുന്നത് നമ്മളെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ക്ഷമിക്കാനും പൊറുക്കാനും പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ മാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഒരു ഭാരം കുറഞ്ഞ അനുഭവം ലഭിക്കും. ചിലപ്പോൾ മാപ്പ് നൽകുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയല്ല, നമ്മുടെ സ്വന്തം സമാധാനത്തിന് വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എത്ര തെറ്റുകളിൽ മാപ്പ് ചെയ്യുന്നു എന്ന് ഓർക്കുമ്പോൾ മറ്റുള്ളവരെ പൊറുക്കാൻ നമ്മുടെ മനസ്സും കൂടുതൽ തയ്യാറാകും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുക, നമുക്കുള്ള കാര്യങ്ങളിൽ നന്ദി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, കരുണയുള്ളവരാവുക, പ്രശ്നങ്ങൾ വരുമ്പോൾ ക്ഷമ പാലിക്കുക, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക. ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ സമാധാനവും ജീവിതത്തിൽ കൂടുതൽ അർത്ഥവും ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ തൃപ്തി നേടുന്ന ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.